നമ്മുടെ പശ്ചിമ ബംഗാളിൽ ഈ ഡോക്ടർ കൊല്ലപ്പെട്ട ഒരു സംഭവമുണ്ട്. വളരെ ദാരുണമായ സംഭവമാണ്, നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്ന സംഭവം. അത് മമതാ ബാനർജിയുടെ പോലീസ് അവിടെ കൃത്യമായൊരു അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുന്നുണ്ട്, അതിപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി മമതയ്ക്കെതിരെ ആഞ്ഞടിച്ചു. വ്യക്തമായി രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം ആ ഗവൺമെൻറ്റിനെതിരെ പറഞ്ഞു. അതിനെങ്ങനെയാണ് കാണുന്നത്? വളരെ പോസിറ്റീവായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളെയും നമ്മൾ നിരന്തരമായിട്ട് വിമർശിക്കാറുണ്ട്. വിമർശിക്കാതിരിക്കാൻ തരമില്ലല്ലോ, നമ്മൾ വിമർശിക്കാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിലപാട് വളരെ കൃത്യമായും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാടാണ്, സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളൊരു നിലപാടാണ്. കാരണം പശ്ചിമബംഗാളിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. ഇന്ത്യയിലെ ബംഗ്ലാദേശ് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ആദ്യമേ ഉരുത്തിരിയുന്നത് പശ്ചിമബംഗാളിൽ നിന്നായിരിക്കും. കാരണം അതേ രീതിയിൽ പശ്ചിമബംഗാളിൽ ഗുണ്ട മാഫിയ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ പ്രവർത്തനവും വളരെ മുന്തിയ രീതിയിലാണ്. അതിന് വേണ്ട വളവും വെള്ളവും എല്ലാം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു ഗവൺമെൻറ്റും ഒക്കെയാണ് പശ്ചിമബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവിടുത്തെ ഏറ്റവും വലിയ കൽക്കട്ടയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് RG കാർ മെഡിക്കൽ കോളേജ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ ഒരു PG ഡോക്ടർ അവരുടെ ഒരു ഹാളിൽ എന്ന് വെച്ചാൽ ഈ റിസർച്ച് സെമിനാർ ഹാളിൽ ഇരുന്ന് അവർ വിശ്രമിക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു. അവരെ അവിടെ കയറി വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം പ്രതികളെ പിടിക്കുന്നതിനോ അല്ലെങ്കിൽ പ്രതികളെ പിടിക്കുന്നതിന് പോലീസ് ഇടപെടൽ നടത്തുന്നതിനോ ഒന്നും ഗവൺമെൻറ് സാധിക്കുന്നില്ല. ഈ കോളേജും അല്ലെങ്കിൽ ആ പ്രാദേശിക സംവിധാനവും ആ ഗവൺമെൻറ് സംവിധാനവും എല്ലാം ആ പ്രതികൾക്ക് അനുകൂലമാകും. ഒരാളെ പിടിച്ചു, ആ പിടിച്ച ആളിനെ പോലും പിടിക്കുന്നതിന് വേണ്ടി വീണ്ടും ഗുണ്ടാ ആക്രമണവും അല്ലെങ്കിൽ പലയിടത്തും ആയിരക്കണക്കിന് ആൾക്കാർ കയറി ആശുപത്രികൾ നശിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ പോവുകയാണ്. ഇതൊക്കെയാണൊക്കെ പോലും അവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഞായറാഴ്ചയ്ക്കിപ്പുറം പ്രതികളെ പിടിച്ചില്ലെങ്കിൽ ഇത് CBIക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു. അതിൻ്റെ അർത്ഥം എന്താണ് ജോണേ? ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും പോലീസ് സംവിധാനം കേൾക്കാത്ത അവസ്ഥ, ഉദ്യോഗസ്ഥന്മാർ കേൾക്കാത്ത അവസ്ഥ. അപ്പോൾ അവിടുത്തെ ഭരണം കൈയാളുന്നത് മറ്റാരോ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകിൽ മാഫിയ ഗ്യാങ്ങുകൾ, അല്ലെങ്കിൽ ആ മാഫിയ ഗ്യാങ്ങുകൾ കൈയാളുന്ന ഭരണത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത നിസ്സഹായമായിട്ടുള്ള ഒരു ഭരണാധികാരി. അതായത് ഇവർ അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യത്തെ പറ്റിയൊക്കെ നമ്മൾ ഊറ്റം കൊണ്ട് പറയുമ്പോൾ കുറേ കാലങ്ങളായിട്ട്, അത് കാലാകാലങ്ങളായിട്ട് പശ്ചിമ ബംഗാൾ ജനാധിപത്യത്തിനകത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പശ്ചിമ ബംഗാളിൽ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വോട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒക്കെ രീതിയുണ്ട്. പക്ഷേ ഇപ്പം അത് വളരെ അതിക്രൂരമാണ്. കാരണം ഇവർക്കെതിരെയുള്ള ജനവികാരം വളരെ ശക്തമാണ്. പക്ഷേ ഇലക്ഷനുകൾ വരുമ്പോൾ ഇവരാഗ്രഹിക്കുന്നവർ മാത്രം വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കുന്ന, അവരുടെ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കുന്ന രീതിയിലേക്ക് ഗുണ്ടാ മാഫിയ സംവിധാനം പശ്ചിമ ബംഗാളിലുണ്ട്. അപ്പം ഇതിനെതിരെയാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള പ്രതികരണം ഇത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ പറ്റത്തില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധി ആർക്കും പറയാം, BJPക്കാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിനകത്ത് പ്രസക്തിയുണ്ട്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അത് BJP ആയാലും കൊള്ളാം, കോൺഗ്രസ് ആയാലും കൊള്ളാം, CPM ആയാലും കൊള്ളാം, ആ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്നവരും ആ സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനമാണെങ്കിൽ ഏത് കാര്യം വന്നാലും അതിനെ ന്യായീകരിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ട്, അല്ലെങ്കിൽ മുന്നണി നിലനിൽപ്പിന് വേണ്ടി ന്യായീകരിക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ നിലപാടെടുത്തത്. കാരണം 29 മൂന്നാം സ്ഥാനമാണ് ലോക്സഭ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്ത് ഇന്ത്യ മുന്നണിയിലെ 3ാമത്തെ കക്ഷിയായിട്ടാണ് ഇവർ നിൽക്കുന്നത്. മാത്രമല്ല ഇവർ വലിയ വീറും വാശിയും ആരെയും അംഗീകരിക്കാത്ത ധിക്കാരിയായുള്ള സ്ത്രീയാണ്. അപ്പം അവർക്കെതിരെ പറയേണ്ട സമയത്ത് അല്ലെങ്കിൽ പറയേണ്ട ഒരു വിഷയം വന്നപ്പോൾ സ്വന്തം നിലനിൽപ്പ് പോലും നോക്കാതെ പറഞ്ഞതിനകത്ത് രാഹുൽ ഗാന്ധി അഭിനന്ദിച്ചേ മതിയാവത്തുള്ളൂ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിഷയം വന്നാൽ പോലും ഒന്നുകിൽ മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ അതിനെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ മറ്റൊരു വിഷയം വെച്ച് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് സ്വന്തം കക്ഷിയിലുള്ള മമതാ ബാനർജി ഭരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്നത്. ഇതിനപ്പുറം അദ്ദേഹം വേറെ അവിടെ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ വിശദീകരിച്ചു. ഇപ്പോൾ ഉന്നാവോയിലെ വിഷയം, മറ്റ് പല പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചു. അപ്പം സ്ത്രീകൾക്ക്
നിൽക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട നീതി. അപ്പം ഡൽഹിയിലെ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ നേരെ വരുന്ന ഉപദ്രവങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി ഒത്തിരി നിയമങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അനുഭവിക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും നടപ്പാക്കാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാവുന്നില്ല. ഈ മരിച്ചുപോയ ഡോക്ടർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ആരും ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ ആശുപത്രി അധികൃതരും ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരു നിലപാട് രാഹുൽ ഗാന്ധിയുടെ ഒരു നട്ടലിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും ഒക്കെ ഒരു നിലപാടായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ 10-35 മുന്നണികളുമായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ് നിൽക്കുകയും അസന്തുലിത ഇവരുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഇവർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ തന്നെ സംവിധാനങ്ങൾ മാറ്റിപ്പോകുന്ന, അല്ലെങ്കിൽ ഇലക്ഷൻ മത്സരിച്ചപ്പം കോൺഗ്രസിനെയും അല്ലെങ്കിൽ അവിടുത്തെ CPM-നെയും ഒക്കെ അനുകൂലിക്കുക സ്വന്തമായിട്ട് ഒരു സ്വേച്ഛാധിപതിയെപ്പോടെ മത്സരിച്ച് വന്നതാണ്. അതിനുശേഷം ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുകയാണ്. നാളെ കാലത്തെ ഒരു വിഷയം വരുമ്പോൾ ഞങ്ങൾ മാറിപ്പോകും എന്നൊക്കെ അല്ലെങ്കിൽ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു സൈക്കോ സ്റ്റൈലിലുള്ള ഒരു നേതാവാണല്ലോ, അറിയാമല്ലോ. ആരെയും അംഗീകരിക്കത്തില്ല, എല്ലാം ധിക്കാര സ്വഭാവത്തോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരാണൊക്കെ പോലും ആ മുന്നണി സംവിധാനത്തിലാണൊക്കെ പോലും അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന, നാളെ കാലത്ത് ഇവർ മുന്നണി സംവിധാനത്തിൽ നിന്ന് വെളിയിൽ പോകുന്നതിന് കാരണക്കാരൻ താനാകുമെന്ന് ഉറപ്പായിട്ട്, അല്ലെങ്കിൽ പോയാൽ അതിൻ്റെ കാരണക്കാരൻ താനാകുമെന്ന് ഉറപ്പായിട്ട് പോലും ആ സ്ഥാനമാനങ്ങളെ ഒന്നും നോക്കാതെ ഒരു നല്ല നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി, ഒരു പൊതുജന സമ്മതനായി ഒരു പൊതുപ്രവർത്തകൻ ഒരു പറയേണ്ട സമയത്ത് സ്വന്തം നിലനിൽപ്പിനെ പോലും നോക്കാതെ പറഞ്ഞപ്പം ആ ഒരു പറച്ചിലിനോട് നമുക്ക് രാഹുൽ ഗാന്ധിയുടെ അഭിമാനമാണ് തോന്നുന്നത്. അതിനകത്ത് ഒരു കാര്യമുള്ളത്, ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ ഇവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായിട്ടല്ല പശ്ചിമ ബംഗാൾ മത്സരിച്ച് പരസ്പരം അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവരെ കോൺഗ്രസുമായിട്ടും CPM-ആയിട്ടും ഒക്കെ വിട്ടു. പക്ഷെ ഇപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ജയിച്ചു അസംബ്ലി വരുമ്പോഴും അങ്ങനെ തന്നെയാണ് പരസ്പരം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുന്നണിയിലല്ല എന്നാണെങ്കിൽ മമതാ ബാനർജി ഇന്ത്യ മുന്നണിയിലാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ത്രീ അപ്പൊ രാഹുലും ചിന്തിച്ചു കാണും എന്തായാലും ഇലക്ഷൻ വരുമ്പോൾ ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അവരെ അപ്പം വേറെ രാഷ്ട്രീയ പാർട്ടികളും വേറെ നേതാക്കന്മാരും ഒക്കെ ചിന്തിക്കാറുള്ളത് അവരെ എങ്ങനെയും ഈ പറഞ്ഞാൽ കേൾക്കാത്ത പെണ്ണുമ്പോൾ എങ്ങനെയും നമ്മുടെ കൂടെ നിൽക്കട്ടെ, അവർ പോയി കഴിഞ്ഞാൽ എത്രയും ഒന്നാമതേ നമുക്ക് ഭൂരിപക്ഷവും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല, അവർ കൂടെ നിൽക്കട്ടെ എന്നാണ് വിചാരിക്കാറ്. പക്ഷേ രാഹുൽ ഗാന്ധി അങ്ങനെ വിചാരിച്ചില്ല. ഇദ്ദേഹം ഇതേ നിലപാട് തന്നെ പണ്ട് 2013 എടുത്തായിരുന്നു. സുപ്രീം കോടതി ഒരു വിധി കൊണ്ടുവന്നായിരുന്നു, ഓർമ്മയുണ്ട്. ഈ MP-മാരും MLA-മാരും ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടാൽ അവരെ ഉടനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അതിനെ അതിജീവിക്കുന്നതിനിടെ മൻമോഹൻ സിംഗ് ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് പരസ്യമായിട്ട് വലിച്ചീറി കളയുന്ന ഒരു രീതി വന്നു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചാൽ എന്തോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി എന്തോ കാണിക്കുന്നത്, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന മുന്നണി സംവിധാനവും അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്ന പ്രധാനമന്ത്രിയും കോൺഗ്രസിൻ്റെ അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളദ്ദേഹം അതൊരു ജിമുക്ക് അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് തോന്നുന്നു ഒരു പക്ഷേ അതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പുള്ളി പറഞ്ഞാൽ കേൾക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്മയും മകനും തമ്മിൽ പോലും അതിനകത്ത് ഗ്രൂപ്പ് ഉണ്ടെന്ന്. അതൊക്കെ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അത് കേൾക്കാതെ വരികയും ഈ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പാസ്സാക്കാൻ വേണ്ടി എന്താണെന്ന് പത്രക്കാരെ വിളിച്ച് പറയുകയൊക്കെ ചെയ്തു, പരസ്യമായിട്ട് വലിച്ചു കീറി കളഞ്ഞു. പിന്നെ ഇത് പാസ്സായിട്ടൊന്നുമില്ല. അപ്പം ആ രീതിയിൽ ചില നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. ഈ നമ്മൾക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി എടുത്ത ഈ നിലപാടിനോട് തീർച്ചയായിട്ടും നമ്മൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മതിയാകത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ നട്ടലോട് കൂടിയുള്ള നിലപാട്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും ശ്രദ്ധിക്കുമ്പോഴും നമ്മൾ നേരത്തെ ഇദ്ദേഹം പറയുന്ന പോലെ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടി രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഉതകാത്ത രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നിർത്തി ഒരു നല്ല നേതാവായിട്ട്, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവായിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പഴയതുപോലെ അദ്ദേഹം കാണിക്കുന്ന കോമാളിത്തരവും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഇന്ന് നമ്മൾക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല, രാഹുൽ ഗാന്ധി എടുത്ത നിലപാട് ധീരമായ നിലപാടാണ്. ആ നിലപാട് തന്നെയാണ് രാജ്യത്ത് ഇത്തരം വിഷയങ്ങളിൽ ഓരോ പാർട്ടിയുടെയും നേതാക്കന്മാർ എടുക്കേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. ജനം ആഗ്രഹിക്കുന്നത് അങ്ങനെയാണല്ലോ. ഏത് പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരായാലും ന്യായത്തിൻ്റെയും നീതിയുടെയും ഒപ്പം നിൽക്കുക. അല്ലെ ഞാൻ ഇന്ന പാർട്ടിയിലായതുകൊണ്ട് ഒരു ക്രിമിനലിനെ പിന്തുണയ്ക്കണം, ആ രീതിയാണ് പൊതുവെ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അയാളൊരു കുറ്റം ചെയ്താൽ ക്രിമിനൽ കേസിൽ പെട്ടാൽ അയാളെ എൻ്റെ പാർട്ടി ആയതുകൊണ്ട് അന്ധമായി അയാളെ പിന്തുണയ്ക്കുന്ന രീതിയാണ് എല്ലാ പാർട്ടികളും സ്വീകരിച്ചത്. അതിൽ വ്യത്യസ്തമായി ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടു. കോടതി ഞായറാഴ്ച വരെ ചെന്നിട്ട് CBI കൊടുക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച കോടതി പറഞ്ഞു CBI അന്വേഷിക്കാൻ പറഞ്ഞു മനസ്സിലായി. അപ്പോൾ ഇതുമാതിരിയുള്ള വിഷയങ്ങൾ ഇപ്പോൾ ജോണ് പറഞ്ഞതുപോലെ ഇത്തരം വിഷയങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ മരിച്ചാൽ പോലും ജീവിച്ചിരിക്കും. അതിന് ഉദാഹരണം ഗാഡ്ഗിലിനെതിരെ നമ്മുടെ PT തോമസ് ഒരു നിലപാടെടുത്തപ്പോഴേ ആ നിലപാടിന് അന്ന് ആ പാർട്ടി സംവിധാനവും എല്ലാം എതിരായിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയണക്കെ പോലും ഇന്നും
അദ്ദേഹത്തെ ഓർക്കുന്ന ഒരു രീതി, അതായത് ശരിയായ നിലപാടിൻ്റെ കൂടെ ഒരു മനുഷ്യൻ നിന്നാൽ ആ മനുഷ്യൻ ഇല്ല, ചിരഞ്ജീവി ആയിരിക്കും. ആ മനുഷ്യൻ ഇല്ലാതായാൽ പോലും ആ മനുഷ്യനെ ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ ആരാ? മരണമില്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലപാടുകൾ, നന്മയുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ ചിരഞ്ജീവിയാവുന്നത്. യേശുക്രിസ്തു അതുകൊണ്ടാണ് ചിരഞ്ജീവിയായത്, ശ്രീനാരായണ ഗുരു അതുകൊണ്ടാണ് ചിരഞ്ജീവിയായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തുള്ള ഈ വലിയ വലിയ നബിയെ അതുകൊണ്ടായിരിക്കും ചിരഞ്ജീവിയായിട്ടിരിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന ആൾ എന്നും ഓർക്കുന്നത് ഗാന്ധിജി അതുകൊണ്ടാണ് ചിരഞ്ജീവിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ വിഷയം പി ടി തോമസ് എന്ന് പറയുന്ന ആ വ്യക്തി അന്ന് പറഞ്ഞ ആര് പറഞ്ഞതൊക്കെ എൻ്റെ നിലപാട് ഇതാണ്, ഇത് ശരിയുടെ നിലപാടാണ്, നാളെ കാലത്ത് നിങ്ങൾ ബോധ്യപ്പെടുമെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞപ്പോൾ അത് ഇപ്പോഴും ഏറ്റു പറയുന്നു. അതാണ്. അപ്പം ഈ രാഹുൽ ഗാന്ധി ഈ നിലപാടിനോട് അംഗീകരിക്കും, വളരെ ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കുന്നു. അദ്ദേഹത്തിന് ഇത്തരം നല്ല നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.